Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കാലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസേജ് കമ്പാരിസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കോമ്പാക്ട് സെക്ടറിലെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു 60 to 50 റേഞ്ചിൽ വരുന്ന മൂന്ന് ബെസ്റ്റ് കോമ്പാക്ട് ഫോണുകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് നമ്മുടെ പിക്സൽ 10 ആണ്. നമുക്ക് ആക്ച്വലി പിക്സൽ 9 വേണമെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പ്രൊസസ്സറിൻ്റെയും അങ്ങനെ കുറച്ച് ഡിഫറൻസുകളേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതിൻ്റെയും കാര്യം പറയാം. ഞാൻ ഓൾറെഡി അൺബോക്സിങ്ങും അതുപോലെ തന്നെ നമ്മളത് യൂസേജ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പിക്സൽ 9 കാര്യം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പിക്സൽ 10, നമ്മുടെ OnePlusന്റെ 13S, പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക വിവോൻ്റെ X200 FE. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ FEയുടെ ഈ കേസ് ഞാൻ കളയാൻ ചെയ്ത്, അല്ലെങ്കിൽ ഫോൺ കാണില്ല. ഇത് ഒരു ബ്ലൂ കളറായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ബ്ലൂ കളർ വരുന്നത്. ഇത് ഒക്കെ നോർമൽ നമ്മുടെ ആ ഒരു ബ്ലൂ തന്നെ എന്താ പറയുക, പേര് ഞാൻ മറന്നുപോയി. ഇതെനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പിക്സൽ 10 ഈ കളർ എടുത്തത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഗ്രീൻ തന്നെ ഇന്ത്യൻ വേരിയൻറ്റ്, ഇന്ത്യയിലേക്ക് മാത്രം ഇറക്കിയ ഒരു കളറായിരുന്നു ഈ 10 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോയിലേക്ക് പോകാനായിട്ട് മുമ്പ് തന്നെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞതെന്ന് പറയാം. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പിക്സൽ 10ൽ ടെൻസറിൻ്റെ G5 ആണ്. നമ്മുടെ വിവോ X200 FEയിലാണെങ്കിൽ 9300+ ആണ്. പിന്നെ മറ്റേ നമ്മൾ സ്നാപ്ഡ്രാഗൺ 888 ആണ്. 12GB റാം തന്നെയാണ് മൂന്നെണ്ണത്തിലും വരുന്നത്. അതുപോലെ തന്നെ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് മൂന്നെണ്ണത്തിലും വരുന്നത്. OLED ഡിസ്പ്ലേ അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. LTPO ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ ബാക്കി രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്. പിക്സൽ ഒഴിച്ച് ബാക്കി രണ്ടെണ്ണത്തിലും LTPO ഉണ്ട്. അതായത് 1 Hz തൊട്ട് മൂവ് ചെയ്യും. എല്ലാത്തിലും 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ തന്നെയാണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ. ഫുൾ HD+ ആണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോഴാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. നമുക്കിപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് 3 ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, 50, 50, 8. ഇപ്പോൾ നമ്മുടെ പിക്സലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 48, 13, 10.8 ആണ്. പിന്നെ നമ്മുടെ എന്താ പറയുക 13Sൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 50, 50 ആണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുമ്പോഴും നമുക്ക് പിക്സലിലാകുമ്പോൾ 10.5, അതുപോലെ തന്നെ നമ്മുടെ X200 FEയിലാകുമ്പോൾ 50, അതുപോലെ തന്നെ ഇതിൽ 32 ആണ് വരുന്നത് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ബാറ്ററിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിക്സലിൽ ഓൾമോസ്റ്റ് നമുക്ക് 5000 mAh ബാറ്ററി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 13Sലാകുമ്പോൾ 5830 mAh, മറ്റേലാകുമ്പോൾ നമുക്ക് 6500 mAh ആണ് വരുന്നത് കേട്ടോ. പിക്സലിൽ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ബാക്കി രണ്ടെണ്ണത്തിലും 90, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വയർലെസ് ചാർജിങ് നമുക്ക് പിക്സലിൽ വരുന്നുണ്ട്, ബാക്കി രണ്ടെണ്ണത്തിലും വരുന്നില്ല. 256GB വേരിയൻ്റ് തന്നെയാണ് അവൈലബിൾ ആണ്. പിക്സലിൽ നമുക്ക് UFS 4.0 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ OnePlus 13Sലും അതായത് ഇതിലും UFS 4.0 ആണ് കിട്ടുന്നത്. മറ്റേ നമുക്ക് UFS 3.1 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ ഇതാണ് നമുക്ക് മെയിൻലി പറയാനുള്ള സ്പെക്സും കാണുന്നത്. അപ്പോൾ യൂസേജ് റിവ്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ വിവോൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു അവരുടെ ഫൺ ടച്ച് OS. അപ്പോൾ സോഫ്റ്റ്വെയർ സെക്ഷൻ തന്നെ ആദ്യം പറയുന്നത് നമുക്ക് എന്തായാലും ഇതിൽ നമുക്ക് ഇനി ഒറിജിനൽ OS എന്തായാലും അടുത്ത മാസം കിട്ടും. ഞാൻ ആക്ച്വലി ഞാൻ ഇതിലും എൻ്റെ X200 Proയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീറ്റ വെർഷൻ രണ്ടെണ്ണത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ 13S നമുക്ക് നമ്മുടെ OxygenOS 16 ബീറ്റ വെർഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു, കാണത്തിൽ പോയി കണ്ടു കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ വരുന്നത് ഫൺ ടച്ച് OS 15 ആണ്. ഇതിലാകുമ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു OxygenOS 16 ബീറ്റാണ് എടുക്കുന്നത്. ഇതിലാകുമ്പോൾ Android 16 ആണ് എടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയാം OxygenOS 16 ആണ്. അത് കഴിഞ്ഞ് പിക്സലിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് പറയാം. പിന്നെ ഫൺ ടച്ച് OS ഒറിജിനൽ OS വന്നു കഴിഞ്ഞാൽ അത് മാറും. ഒറിജിനൽ OS കുറേ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫൺ ടച്ച് OS ആയിട്ടുള്ള സംഭവമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫൺ ടച്ച് OS ഒറിജിനൽ വന്നിട്ടില്ലോ, അല്ലെങ്കിൽ സ്റ്റേബിൾ വെർഷൻ വന്നിട്ടില്ലോ. എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ സ്റ്റേബിൾ ബീറ്റ വെർഷൻ അല്ലെങ്കിലും നമ്മൾ OxygenOS 15 ആണെങ്കിലും നമ്മൾ OxygenOS അതിലാണ് ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ സെക്ഷനിൽ OnePlus തന്നെയാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ടോപ്പ് ഡിസ്പ്ലേ എന്ന് പറയാനുള്ളത് നമ്മുടെ X200 FEൻ്റെയും അതുപോലെ തന്നെ 13Sൻ്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ഡിസ്പ്ലേ തന്നെയാണ്. ബെസൽസും സംഭവമൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ LTPO ആണ് വരുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ്, പക്ഷേ ചെറിയൊരു ബെസൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ LTPO അല്ല. അതാണ് അവിടെ മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അല്ലാണ്ട് എല്ലാ മൂന്നെണ്ണം നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ വിവോന് 6500 mAh ബാറ്ററി ഉണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം തരുന്നത് നമ്മുടെ 13S ആണ്. അത് കഴിഞ്ഞിട്ടാണ് വിവോ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിക്സൽ ഇടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല. 5000 mAhൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് കപ്പാസിറ്റിയും വരുന്നുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അത് ശരിക്കും അവർ അപ്ഡേറ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചേക്കാട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആക്ച്വലി പിക്സൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ OnePlus ഞാൻ എപ്പോഴും വിന്നത് വരുന്നത്.
പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൾ ക്വാളിറ്റി, സ്പീക്കർ ക്വാളിറ്റി, അതുപോലെ തന്നെ നമ്മുടെ വൈബ്രേഷൻ മോട്ടർ. അപ്പോൾ ഈ വൈബ്രേഷൻ മോട്ടറിൽ പിക്സൽ രക്ഷയില്ല, ടോപ്പിൽ പിക്സലാണ് നിൽക്കുക. കോൾ ക്വാളിറ്റിയിലാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ പിക്സൽ തരുന്നുണ്ട്. ഈ മൂന്നാമത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം പിക്സലിൻ്റെ. ലൗഡ് സ്പീക്കറിൻ്റെ കാര്യം പറയുമ്പോൾ OnePlus ആണ് ബെറ്റർ വരുന്നത്. OnePlus ഫസ്റ്റ് വരും, സെക്കൻഡ് നമ്മുടെ എന്താ പറയുക പിക്സൽ വരും, തേർഡാണ് നമ്മുടെ വിവോ വരിക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണുകളാണ്, അല്ലാണ്ട് നമ്മളിപ്പോൾ റിവ്യൂ യൂണിറ്റോ സംഭവമൊന്നുമല്ല, പേഴ്സണലി വാങ്ങിച്ച റീറ്റെയിൽ യൂണിറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, കോൾ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാമറാസാണ്. ഞാൻ ക്യാമറാസ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല, ചെറിയ കുറച്ച് സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമ്മളിതെല്ലാം എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഇട്ടൊക്കെ എന്താണ് കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഞാൻ പറയാം നമ്മുടെ X2 FE തന്നെയാണ്. നമ്മുടെ എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്കിതിൽ 3 കറക്റ്റ് ലെൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു Zeiss പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു അൽഗോരിതം ബേസ്ഡ് ഒരു എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് എന്നൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പോർട്രേറ്റൊക്കെ ആണെങ്കിൽ ഒരു കമ്പാരിസണും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് വിവോ തന്നെയാണ് ഫസ്റ്റ് വരിക. പിന്നെ നോക്കുമ്പോഴാണ് ഈ 2 ഇതിൽ നമുക്ക് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാം. പക്ഷേ ഇതിൽ നമുക്ക് ഒരു സെൻസർ കൂടുതലുണ്ട്. ടെലിഫോട്ടോ ലെൻസ് 5x ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ ഒരു ഇതിൽ ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഒരു നാച്ചുറൽ കളർ ആയിട്ട് മോഡലാണ് നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് നാച്ചുറൽ കളർ എന്ന് പറയും. ഇതിൽ ആക്ച്വലി ബൂസ്റ്റർ തന്നെയാണ്. പക്ഷേ നമുക്ക് 2 സെൻസർ മാത്രമേ ഉള്ളൂ. ഇതിൽ വൈഡ് ആംഗിൾ ലെൻസ് അവർ മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ സെക്കൻഡ് പിക്സലിന് കൊടുക്കുകയാണ്. തേർഡ് OnePlus 13s ആണ് വരുന്നത് കേട്ടോ. ഇതല്ലെങ്കിലും ഈ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഈ OnePlus ഇപ്പോഴത്തെ പ്രത്യേകിച്ച് 13 സീരീസ് ഒക്കെ കുറച്ച് താഴെ നിൽക്കുന്നത്. അല്ലാത്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ടോപ്പിലാണ്. പിന്നെ വരുമ്പോൾ നമുക്ക് IP റേറ്റിംഗിലാണ്. IP68 ആണ് നമുക്ക് പിക്സൽ വരുന്നത്. ഇതിൽ നമുക്ക് IP65 ഉള്ളൂ, അതാണ് വേറെ പ്രോബ്ലം. ഇതിൽ നമുക്ക് IP68, 69 കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇത് സ്കോർ ചെയ്തു, വിവോ സ്കോർ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താ, ബിൽഡ് ക്വാളിറ്റി സംഭവങ്ങളൊക്കെയാണ്. 3 ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ് പറയുമ്പോൾ. പക്ഷേ നമുക്കിതിൽ ഈ പിക്സലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വിക്ടസ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അവരുടെ പ്രൊപ്പറേറ്ററി പ്രൊട്ടക്ഷനാണ്. പക്ഷേ എന്നാലും ഗൊറില്ല ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ബിൽഡ് ക്വാളിറ്റി വൈസിൽ നമ്മൾ പിക്സലിനെ എടുക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, ലുക്ക് വൈസ് ആയാലും പിക്സൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. പ്രത്യേകിച്ച് ഈ കളർ കണ്ടു, ഒരു രക്ഷപ്പെടുന്ന ഈ വൈസറും സംഭവമൊക്കെ ആയിട്ട് ഒരു 1.5 ഒരു പ്രീമിയം ലുക്കാണ് സാധനം കിട്ടുക. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ലുക്കിൽ ഒന്നും പറയാനില്ല. ഏറ്റവും ബാക്കിൽ നിന്ന് വേണമെങ്കിൽ വിവോനെ പറയാം. എന്താ വെച്ചാൽ ഈ ലുക്കിലായിട്ട് ഇവരുടെ 30,000 ഫോൺ വിവോ V സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ബോറ് പരിപാടിയായി പോയി. എന്താ വെച്ചാൽ ഇത് 50,000 കൊടുത്തിട്ട് ഈ ഫോൺ വാങ്ങിച്ചവർ അതേ ലുക്കുള്ള 30,000 ഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു മറ്റോടത്തെ പരിപാടിയാണ്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിന് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് പിക്സൽ, സെക്കൻഡ് OnePlus കിട്ടാം. അപ്പോൾ പിന്നെ ഫിംഗർ പ്രിൻ്റ് കാര്യം പറയുമ്പോഴും നമുക്ക് പിക്സലാണ് ടോപ്പിൽ വെക്കുന്നത്, കറക്റ്റ് പൊസിഷനിലാണ്. അത് മാത്രമല്ല നമുക്കിതിൽ എന്താ പറയുക, എൻ്റെ ഈ ഫിംഗർ പ്രിൻ്റ് ഇതിൽ ആഡല്ല കേട്ടോ, അതാണ് ഓപ്പൺ ആവാത്ത, അല്ലാണ്ട് പ്രോബ്ലം ആയിട്ടല്ല. നമ്മുടെ എന്താ പറയുക അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഇതിൽ 2 നമുക്ക് ഒപ്റ്റിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഫാസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ പൊസിഷൻ കുറച്ച് താഴെയാണെന്ന് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഇതിലായാലും താഴെയാണ്, ഇതിലായാലും ഈ ഒരു പൊസിഷനിൽ തന്നെയാണ്. രണ്ടും ഓൾമോസ്റ്റ് ഉള്ള പൊസിഷനിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതും നമ്മുടെ പിക്സൽ കൊണ്ടുപോയി. അപ്പോൾ അതും പിക്സൽ എന്നല്ല. പിന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ആണ്. അതിൽ ഞാൻ ഓൾറെഡി മുമ്പും പറഞ്ഞിരുന്നു, നമ്മളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു 50,000 ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനമാണ് OnePlus 13s. ഒരു രക്ഷയില്ല. ഈ റേഞ്ചിൽ വരുന്ന ഒരു സാധനം അതിലൂടെ പോവില്ല. സെക്കൻഡ് നിങ്ങൾക്ക് വിവോനെ വെക്കാം. തേർഡ് പിക്സൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ G5 ആണ്. വലിയ ഭയങ്കര ഇടിവട്ട പെർഫോമൻസ്, ഗെയിമിംഗ് ഒന്നും പറ്റില്ല. അത് വെച്ചിട്ട് ഇത് ലാഗോ സംഭവമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പിക്സൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബട്ടർ സ്മൂത്ത് ആണ്. നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, ഈ സാധനമാണ് ഭയങ്കരമായിട്ട് സ്മൂത്ത്നെസ്സും സംഭവമൊക്കെ തോന്നിക്കുക. ഇത് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 വരുന്ന പ്രൊസസ്സർ വരുന്ന ഫോണിനെ കാട്ടും. അത് ഇവരുടെ ഒരു നമ്മൾ എന്താ പറയുക, ഗൂഗിളിൻ്റെ അവരുടെ എന്താ പറയുക, ഗൂഗിളും അവരുടെ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു എന്താ പറയുക ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. നിങ്ങൾ പിക്സൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാത്തവർക്കൊന്നും അറിയില്ല. അല്ലാത്തവർ ചുമ്മാ G5i എന്നൊക്കെ പറയും. അത് G4 ആയാലും ഈ ഫോണിൽ നിങ്ങൾ ആ പ്രൊസസ്സർ വെച്ച് ഉപയോഗിക്കുമ്പോണ്ടല്ലോ ഒരു പ്രോബ്ലം അറിയില്ല. അൺലെസ് നിങ്ങൾ ഗെയിം കളിക്കാന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഹെവി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ മാത്രം. അല്ലാത്ത നോർമൽ യൂസേജിലോ സംഭവത്തിനൊന്നും ഇതിൻ്റെ അത്രയും ബട്ടർ സ്മൂത്ത് വേറൊരു ആൻഡ്രോയിഡ് ഫോൺ
കാണാൻ കിട്ടില്ല കേട്ടോ. അത്രയും ബട്ടർ സ്മൂത്ത് ആണ്. അതൊരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവരുടെ പോരാത്തതിന് അവരുടെ ഒരു വൈബ്രേഷൻ മോട്ടറിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു കിടലിന് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി പിക്സലിൻ്റെ യൂസേജ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തൊരു ചുമ്മാ ചിലപ്പോൾ ഒന്ന് കളിയൊക്കെ ചെയ്യും. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലും നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. പിന്നെന്താ, നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു പ്ലസ് കീ വരുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല 13S പ്ലസ് കീ വരുന്നുണ്ട്. നല്ലൊരു ഇംപ്ലിമെൻറ്റേഷൻ ആണ്. എന്താ വെച്ചാൽ നമുക്കിത് ക്യാമറ ബട്ടണായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, ഞാൻ അമർത്തി പിടിച്ചു, ക്യാമറ ഓപ്പൺ ആയി. കണ്ടോ, അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയത് അത് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഇതിൽ നമുക്ക് ഇ സിം സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിക്സലിലും ഇ സിം സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ വിവോ X24 ഇ സിം സപ്പോർട്ട് വരുന്നില്ല. ഇതിൽ രണ്ടെണ്ണത്തിലും വയർലെസ് ചാർജിങ് വരുന്നില്ല. നമ്മുടെ പിക്സലിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ക്വിക്ക് കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നിങ്ങൾക്കൊരു പിക്സൽ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2025 നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്സൽ 10 വാങ്ങിക്കാം കേട്ടോ. മോശമൊന്നുമില്ല. ഇപ്പോൾ ആക്ച്വലി നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാണാൻ കഴിഞ്ഞിട്ട് ഒരു 70-72 രൂപയ്ക്കൊക്കെയാണ് ഈ സാധനം കിട്ടുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രീമിയം ബ്രാൻഡാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് കൂടുതലാണ്. കുറച്ച് ഓവർ പ്രൈസാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60-65 രൂപയ്ക്കാണെങ്കിൽ ഓക്കെയാണ്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മോശമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്യാമറ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴും കറക്റ്റ് ഫുള്ളി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രോ മോഡലിൻ്റെ ഒരു ലുക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മോശം എന്ന് ഞാൻ തീരെ പറയില്ല ഇതിനെ. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പിക്സൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതറിയുള്ളൂ. അല്ലാണ്ട് ഇതിന് ലാഗോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പണ്ടത്തെ സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ ലാഗ് അടിക്കുക അങ്ങനെ സംഭവമൊന്നുമില്ല. ബട്ടർ സ്മൂത്താണ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് അവർ. എന്താ വെച്ചാൽ ക്യാമറ, പ്രത്യേകിച്ച് സെൽഫി ക്യാമറയൊക്കെ പഴയ സെൻസറാണ്, എപ്പോഴും അവർ മാറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ സാംസങ്ങിൻ്റെ ഫോൺ ലവേഴ്സ്, സാംസങ് മാത്രമേ പറ്റുള്ളൂ, അപ്പോൾ ഐഫോൺ മാത്രമേ പറ്റുള്ളൂ, അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടല്ലോ. അത് എന്തായാലും നിങ്ങൾക്ക് കണ്ണും മൂടി എടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. 9 എടുക്കാം. 9 നിങ്ങൾക്ക് 3 ക്യാമറ സെറ്റപ്പിൻ്റെ സംഭവം വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നല്ലൊരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 50,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. ഇപ്പോൾ 13S കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഓൾറൗണ്ടർ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13S എടുക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം ക്യാമറ കുഴപ്പമില്ലാത്ത സംഭവം, ക്യാമറ സെറ്റപ്പും ഉണ്ട്, ക്യാമറ പിക്ചേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസും എന്താ പറയുക, മൾട്ടി യൂസേജിനും എഡിറ്റിങ്ങിനും അങ്ങനത്തെ എല്ലാ സംഭവത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 13S കൊടുക്കുക. അതും ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ ഓഫർ ഉണ്ട്, ഇന്നുകൂടി ഉള്ളതുകൊണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ X200 FE ആണ്. നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൊട്ടിയെടുക്കാം. ഇത് പെർഫോമൻസിൽ പോറാന്നല്ല കേട്ടോ, അല്ല കുറവാന്നല്ല, പെർഫോമൻസ് ഉണ്ട്. 9300+ ആണ്. വലിയ മോശമില്ലെന്ന് പറയാം. പക്ഷേ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 811 എത്തില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് മെയിൻലി ക്യാമറയാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. X സീരീസ് ഫോൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു കുട്ടി ഫോണാണല്ലോ ഈ സാധനം. അപ്പോൾ അത് അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു കുട്ടി ക്യാമറ ഫോൺ ആണെന്നുള്ളവർക്ക് ഈ സാധനം എടുക്കാം. ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിലും കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ക്വിക്ക് കമ്പാരിസൺ. ഞാൻ 3 ഫോണും മോശം എന്നൊന്നും പറയാനില്ല. ഓരോന്നിൻ്റെ ഒരു ബെനിഫിറ്റുകളുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫോണുകളെ മാറ്റിയെടുക്കാം. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ് എൻ്റെ പരിചയം. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലും ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് കൊടുത്താൽ മതി. കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം.